ലാലേട്ടനെ ഇപ്പൊ നോക്കുവാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും സീനിയർ ആക്ടേഴ്സ് മുതൽ ഏറ്റവും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരെ ലാലേട്ടൻ ഒരുപാട് കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ജയത്തിനോട് കോമ്പിനേഷൻ ചെയ്തു. അപ്പം അതിനകത്ത് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബോണ്ട് ഫീൽ ചെയ്യും നിങ്ങൾ തമ്മിൽ. ഇപ്പം ലാലേട്ടന്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആളുകളുടെ ലാലേട്ടൻ അത്ര ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മാജിക് എന്താണ്? ഇപ്പൊ റീസെന്റ് സംഗീതമായിട്ടായാലും പണ്ട് മുതൽ ജയതിച്ചേട്ടൻ, തെലുങ്കേട്ടൻ, അങ്ങനെ വലിയ ലെജൻസിന്റെ കൂടെ ഉൾപ്പെടെ കിടിലായിട്ട് ബോണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മാജിക് എന്താണ് ശരിക്കും? When I was doing films with the big actors like Prem Nasi sir or Shivaji Ganesan sir or Amitabh Bachchan or Rajkumar sir or Nagesh Rao sir, that kind of love and affection they showed it to me. That was a lesson to me. And I have to carry that legacy and I am just giving to them. And correct. അല്ലാതെ അവരെങ്ങനെയാണ് എന്നെ കണ്ടിരുന്നത്, എന്നെ എത്ര നന്നായിട്ടാണ് അവർ സ്നേഹിച്ചിരുന്നത്, എത്ര നന്നായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയിലേക്ക് പുതുതായിട്ട് പോകുന്ന ഒരു ന്യൂ ആക്ടർ എന്ന രീതിയിൽ അവർ നമ്മളെ ഒരു തരത്തിലും ഒരു പുതിയ ആക്ടറാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമല്ല. They have given all the love and support to me. So it is my right, it is my, എന്താ പറയണ്ടേ, എൻ്റെ ധർമ്മമായിട്ട് എൻ്റെ കൂടെയുള്ള പ്രതീക്ഷമായിട്ട് ഏറ്റവും നന്നായിട്ട് സിനിമ ചെയ്യുക. അങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ചോദിച്ചാലേ അറിയുള്ളൂ. എനിക്ക് എൻ്റെ ധർമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. I consider it as my right to work very honestly with my colleagues. അതാണ് എൻ്റെ